കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പിലെ 17-ാം ദിനം വീണ്ടും നമുക്കറിയാം, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ദൈവ ആരാധനയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും ദൈവവിശുദ്ധിയിൽ നമ്മളെ തന്നെ കൂടുതൽ ദൈവമായി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു യാത്രയാണ് പരിശുദ്ധമായ നോയമ്പ്. അപ്പം ഓരോ പരിശുദ്ധമായ നോയമ്പും വിശ്വാസികൾക്ക് അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശക്തിയുടെയും ഒരു കാരണമാണ് ഓരോ നോയമ്പ്. ഓരോ നോയമ്പിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ്റെ ജീവിതം ചില സമയത്ത് അവൻ അറിയാതെ ഒരു മരുഭൂമി യാത്ര, സങ്കടത്തിൻ്റെ യാത്ര, പ്രയാസങ്ങളുടെ യാത്ര, എത്ര പ്രാർത്ഥിച്ചിട്ടും ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നൊരു ചിന്ത ചില വ്യക്തികളുടെ മനസ്സിൽ കടന്നു വരും. എന്നാൽ ഇന്നൊരു സുവിശേഷ ഭാഗം ഇതുതന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരമാണ്: ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പം നമുക്കറിയാം, ദൈവം ഈശോ മരുഭൂമിയിലേക്ക് ആത്മാവ് നയിക്കപ്പെടുകയാണ് പരീക്ഷിക്കപ്പെടാൻ വേണ്ടി. അതായത് ഒരു മനുഷ്യൻ ഭൂമിയിൽ ഇത്ര വർഷം ജീവിച്ചു, അവൻ ആ ജീവിച്ച വർഷം എത്ര അനുഗ്രഹത്തോടും എത്ര സ്നേഹത്തോടെ ജീവിച്ചു എന്നൊരു ചോദ്യം കൂടി നമ്മുടെ ഉള്ളിൽ കടന്നു വരണം. അപ്പോൾ ഇന്ന് ഈശോയുടെ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു പാഠപുസ്തകം. ഈശോ എത്ര സഹനം സഹിച്ച് ജീവിച്ചു, പക്ഷേ അവസാനം ആ ജീവനിൽ, ആ സങ്കടത്തിലും എല്ലാം അർത്ഥമുണ്ടായി. ലോകം രക്ഷിക്കപ്പെട്ടു. നമുക്കറിയാം, കർത്താവായ യേശു മിശിഹ ഒരു വിജിനസ് സ്ഥലം അല്ലെങ്കിൽ ഒരു വിൽഡർനെസ് എന്ന് പറയാം, അവിടെ പോയി, അല്ലെങ്കിൽ ആത്മാവ് അവിടെ നയിച്ചു. നമുക്കറിയാം, ഒരു വ്യക്തിൻ്റെ ജീവിതത്തിൽ ഒരു വിൽഡർനെസ്, ഒരു ഏകാന്തത, ഒരു അവസരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ കൂടുതൽ ദൈവത്തെ ചിന്തിക്കണം, കൂടുതലായി ദൈവത്തെ ഓർക്കണം, കൂടുതലായി ദൈവത്തോട് പ്രാർത്ഥിക്കണം, കൂടുതലായി ദൈവത്തിൻ്റെ ശക്തി അവൻ പ്രാപിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആത്മാവ് കർത്താവായ യേശു മിശിഹായെ ഈ കാണുന്ന മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കും എന്തിനായിരിക്കും ആത്മാവ് യേശുവിനെ ഏകാന്തമായ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ നയിച്ചു. നോയമ്പിൽ നമ്മൾ ഓരോ വ്യക്തിയും ഏത് തീരുമാനമെടുക്കുമ്പോഴും തുടക്കത്തിൽ ആ നോയമ്പിൽ സുഖമുണ്ട്, പിന്നെ അതിൽ സഹനമാണ്. പിന്നെ നമുക്കറിയാം, നമ്മുടെ നോയമ്പിൽ നമ്മൾ ഏത് നന്മ ചെയ്യാൻ പോയാലും നമ്മുടെ പഴയ പാപങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായ വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ നമ്മളുടെ ചുറ്റിനും വേട്ടയാടും. അപ്പോൾ ഈ ചുറ്റിനും കടന്ന് വേട്ടയാടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ദൈവമായി പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, ദൈവത്തിൻ്റെ ശരണത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ തോന്നത്തില്ല. എടുത്ത് നോയമ്പെല്ലാം നമ്മൾ മുടക്കിക്കളയും. അപ്പം നോയമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബലഹീനനാകാനല്ല, ബലവാനാകാൻ വേണ്ടിയാണ് വിശുദ്ധ നോയമ്പ്. രണ്ടാമത്തെ കാര്യം, എന്തിനായിരിക്കും ആത്മാവ് കർത്താവായ യേശു മിശിഹായെ ഈ മരുഭൂമിയിൽ കൊണ്ടുപോയത്? ശിഷ്യന്മാരോടൊപ്പം സന്തോഷമായിരുന്നല്ലോ, മാതാവിനോടൊപ്പം സന്തോഷമുണ്ടായിരുന്നല്ലോ. എന്തിനായിരിക്കും ഈ ലോകത്തിൽ തന്നെ പൂർണ്ണമായ കർത്താവിനെ അങ്ങ് മാറ്റി ദൂരെ സ്ഥലത്ത് കൊണ്ടുവിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏകാന്തത എന്ന് പറഞ്ഞ ഒരു പണിഷ്മെൻ്റ് അല്ല, അല്ലെ ഏകാന്തത എന്ന് പറഞ്ഞ ഒരു ശിക്ഷാ കാലാവധിയല്ല. അതിൽ നമ്മൾ ദൈവത്തെ തന്നെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ ഈ ഒരു ഏകാന്തതയോടെ നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുകയാണ്. കർത്താവായ യേശു മിശിഹ ഈ ഏകാന്തതയിൽ കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള ദൈവരാജ്യം ദൈവത്തിന് ചെയ്തു തീർക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഉറപ്പിച്ചതുപോലെ ഞാൻ എന്ന വ്യക്തി ഈ നോയമ്പ് കാലത്തിൽ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് ഞാൻ എൻ്റെ അടുത്ത ദിവസം ഞാൻ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളെ ശക്തിപ്പെടുത്തണം. അടുത്ത ദിവസം എത്ര പരീക്ഷണം എൻ്റെ മുമ്പിൽ വന്നു നിന്നാലും ഞാനതിൽ പതരാൻ പാടില്ല, വീണു പോകാൻ പാടില്ല. എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കണം. അതേ സമയത്ത് ഇതേ ആത്മാവ് കർത്താവിനോട് പറയുന്നു, നീ തനിച്ചല്ല, നീ ഏകനല്ല. കാരണം ദൈവവും മാലാഖ ഗണവും ഒരുമിച്ച് ദൈവത്തെ താങ്ങുന്നുണ്ട്. ഈ നോയമ്പ് കാലത്ത് നമ്മൾ ഏകനല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നല്ല, പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. ദൈവമുണ്ട് നമ്മളോടെ. നോയമ്പെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ആശ്രയം, ദൈവം നമ്മുടെ ഉള്ളിൽ കാണിക്കുന്ന എല്ലാം കരുണയെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനൊരു നിമിഷമാണ് നോയമ്പ്.
പ്രിയമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് ഈ നല്ല ചിന്തകൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.